പറഞ്ഞാലും കാര്യമില്ലേ? ചേച്ചി ഇപ്പൊ കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവന്നോ? എനിക്ക് കൊണ്ടുവന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ആ കുരിപ്പ് വരണ്ടേ? അതിനവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുരിപ്പാക്ക് അച്ഛനും അമ്മേനെ മതി. പിന്നെ അതിനും വേണ്ടി കുറച്ച് മനസ്സമാധാനം. കേശുവേ, എനിക്ക് നല്ലോണം ചൊറിഞ്ഞു വരുന്നുണ്ടേ. എനിക്ക് വരുന്നുണ്ട് ചൊറിഞ്ഞ്. അപ്പൊ കറക്റ്റ് കാര്യം ഞാൻ പറയാം. അമ്മൂമ്മ കേൾക്കണം. ശരിക്കും സംഭവം എന്ത് നടന്നെന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ നമ്മുടെ അളിയനെ ഇടക്കിടക്ക് ഫോൺ വിളിക്കും ഓരോരോ കാര്യങ്ങൾ ചുമ്മാ സംസാരിക്കാനായിട്ട്. അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ചേച്ചി പാവം ഇവിടെ കിടന്ന് ഓട്ടമാണ്. കൊച്ചിനെ ഒരു സ്ഥലത്തിട്ടിട്ട് ആ വീട്ടിലോട്ട് ഓടും, അവിടെ നീ വീട്ടിലോട്ട് ഓടും, ഇവിടോട്ട് ഓടും, ഇവിടെ അങ്ങോട്ട് ഓടും. എന്തിന്? കുടുംബം മെയിൻറ്റെയിൻ ചെയ്യാൻ. അത്രയും നന്നായിട്ട് കുടുംബം ഒരു വിധത്തിൽ ഒത്തൊത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതൊന്ന്. വേറെന്താ ഞാൻ പറഞ്ഞത്? ചേച്ചി ആരും പറയണമെന്ന് കേൾക്കൂല, തന്നെ ഇഷ്ടത്തിനാണ് നടക്കുന്നതെന്ന് അല്ലേ? അതുകൊണ്ടൊരു സംഭവം. അളിയൻ ഇങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ അളിയൻ എന്റെ അടുത്ത് പറഞ്ഞു, എടേ ഞാൻ ലച്ചുവിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ കേട്ടില്ലടാ, കൂളായിട്ട് അങ്ങനെ കേട്ടില്ലടാ. അപ്പൊ ഞാൻ പറഞ്ഞു, അളിയാ ചേച്ചി ഇങ്ങനെ തന്നെ അങ്ങനെ എങ്ങനെയൊന്നും ആരും പറയണ കേൾക്കൂല, ചേച്ചിയുടെ തന്നെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും. ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായപ്പോ അളിയാൻ നേരെ എടുത്തൊക്കെ തിരിച്ചു കൊടുത്ത്. എങ്ങനെ ഇരിക്കണേ? ഇപ്പൊ അവസാനം വില്ലനായി ഞാൻ ഇതിനൊരു തീരുമാനമാക്കി തരാം. ഞാൻ ഇപ്പൊ വിളിക്കാം. ഞാൻ അളിയല്ലേ പോട്ടെന്ന് പറഞ്ഞ് വെക്കുമ്പോ നമ്മൾ ആരുടെ ചിലരൊന്നും ഇവിടെ ജീവിക്കണം. ചേട്ടാ അങ്ങനെയൊക്കെ പറയാവോ? ഞാൻ വിളിക്കാം. അമ്മൂമ്മ അവരുടെ വിളിക്കല്ലേന്ന് പറ. ഒന്നാമത് ഞാൻ ചെയ്ത് നമ്മൾ നല്ല കലിപ്പിലാണ്. കേശു വിളിക്കത്തില്ല, വിളിച്ചാ ഇപ്പൊ എന്നെ മേടിക്കും. ഞാൻ വിളിക്കത്തില്ല. എന്റെ ദൈവം, ഈ ചെറുക്കത്തിൽ കൊണ്ട് ബാക്കിയുള്ള ഒരാളെ അനുഭവിക്കണത്.